എൻ്റെ ഇക്കാക്ക് കുറഞ്ഞ സാലറിയുള്ള ടൈമിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഖത്തറിൽ പോയത്. ആ ഒരു സാലറിയിലാണ് ഞങ്ങൾ അവിടെ ഖത്തറിൽ ജീവിച്ചതെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത്ഭുതമായിരുന്നേ. ഞാനിട്ടൊരു വീഡിയോയിലും ആ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ എനിക്ക് ഒത്തിരി മെസ്സേജസ് വന്നായിരുന്നു. സ്റ്റിൽ ഇപ്പോഴും എനിക്ക് ആ കാര്യം ചോദിച്ച് മെസ്സേജ് വരുന്നുണ്ട്. എന്താണ് ഇക്കാടെ ജോലി, സാലറി എത്രയാണ് എന്നൊക്കെ ചോദിച്ച്. അപ്പം ഞാൻ ഉദ്ദേശിച്ച് അതെന്തുകൊണ്ട് നിങ്ങൾക്കും കൂടെ ഷെയർ ആക്കിക്കൂടാന്ന്. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോയും ഷെയറും ലൈക്കും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ ഇക്ക ഖത്തറിൽ ഹൗസ് ഡ്രൈവറായിട്ട് വർക്ക് ആക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിലായിരുന്നു എന്നെ ആദ്യമായിട്ട് ഖത്തറിലോട്ട് കൊണ്ടുവന്നത്. അതും 1500 സാലറിക്ക്. ഈ ഒരു സാലറിക്ക് ഖത്തറിൽ ഫാമിലി ആയിട്ട് ജീവിക്കുന്നത് നല്ല ടാസ്ക് ആണ്. പക്ഷെ ഞങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ ഇക്ക നിന്ന് ആ വീട്ടിൽ തന്നെ നമുക്ക് റൂം അറേഞ്ച് ചെയ്ത് തന്നായിരുന്നു അവര്. അവിടുത്തെ മേഡം ആണെങ്കിൽ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. എൻ്റെ ഇക്കായ ഒരിക്കലും ഒരു ഹൗസ് ഡ്രൈവറായിട്ട് കണ്ടിട്ടില്ലായിരുന്നു. അവരുടെ ഒരു ബ്രദറിനെ പോലെ കണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ ഞങ്ങളുടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവരുടെ ഹസ്ബൻഡ് കുറച്ച് വിഷയമായിരുന്നു. ആദ്യം എൻ്റെ ഇക്കാക്ക് 2500 ആയിരുന്നു സാലറി. അപ്പൊ എന്നെ കൊണ്ടുവരുന്ന ആ റൂമിൽ താമസിപ്പിക്കുന്നതെന്ന് അറിഞ്ഞപ്പോഴായിരുന്നു ഈ 1800 കട്ടാക്കിയത്. 1500 റിയാൽ സാലറിയും ചെറിയ മുറിയും വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ ഞങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. പ്രവാസത്തിന്റെ ആദ്യ നാളുകളിൽ ഞങ്ങൾ പഠിച്ചിട്ട് ലെസൺ ആയിരുന്നു, നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന എക്സ്പെൻസീവ് ഗിഫ്റ്റുകളെക്കാളും എത്രയോ നല്ലതാണ് നമ്മുടെ പ്രസൻസും കെയറിങ്ങും നമ്മുടെ ടൈമും ഒക്കെ ഒരാൾക്ക് കൊടുക്കുന്നത്. ആ ഒരു ടൈം ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഏറ്റവും കൂടുതലും ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ടൈമായിരുന്നു. കാരണം ഇക്കാക്ക് നാട്ടിൽ അത്യാവശ്യം ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് അവിടുത്തെ മേഡത്തിന്റെ ഒരു ബിഹേവിയർ. സത്യം പറഞ്ഞാൽ ചില സമയത്ത് അള്ളാഹു നമ്മുടെ മുമ്പിൽ ഡയറക്റ്റ് വരത്തില്ല, ചില മനുഷ്യന്മാരുടെ രൂപത്തിൽ വന്ന് ഹെൽപ്പ് ആക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ. അങ്ങനെയായിരുന്നേ അവർ. കാരണം അത്രത്തോളം ഞങ്ങളെ സഹായിച്ച്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ അവരുടെ വണ്ടി വരെ വിട്ട് തന്നിട്ടുണ്ട്. അവരെവിടെയെങ്കിലും പോകുമ്പോൾ എന്നെയും കൂടി വിളിക്കും, ഫാത്തിമയെ വിളിക്കുമെന്ന് പറഞ്ഞ് വിളിച്ചിരുത്തി എന്നെ മിക്ക സ്ഥലങ്ങളിലും ഖത്തറിൽ. കാരണം ഞാൻ ഫസ്റ്റ് ടൈമിൽ പോകുന്ന സമയത്ത് ഖത്തറിലുള്ള എല്ലാ സ്ഥലങ്ങളും കണ്ടായിരുന്നു. ഇവരായിരുന്നു എന്നെ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയതും എനിക്ക് ഇഷ്ടം പോലെ ഫുഡുകൾ വാങ്ങിത്തന്നത്. സത്യം പറഞ്ഞാൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല അത്. ഇനി എങ്ങനെയായിരുന്നു ഞങ്ങളുടെ സാലറി ഞങ്ങൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് മുമ്പോട്ട് പോയത് ഇതിനെയൊക്കെ പറ്റിയിട്ട് അടുത്ത വീഡിയോയിൽ പറയാവേ. അപ്പോൾ അതിനുവേണ്ടി അക്കൗണ്ട് ഫോളോ ആക്കണേ. ബൈ.